നമസ്കാരം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു സ്റ്റോൺ കോട്ടർ ഷീറ്റിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ സ്റ്റോൺ കോട്ടർ ഷീറ്റ് ലേ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന് സ്ട്രക്ചർ ചെയ്യുന്നതായിട്ട് സംബന്ധിച്ച് പലരും സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇത് അറിയാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് സ്റ്റോൺ കോട്ടർ ഷീറ്റിൻ്റെ വർക്കാണ്. ഇതിൽ ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്ന ക്ലേ ടൈലാണ്, നമ്മൾ നോർമൽ ടൈലായിരുന്നു. അതിൽ പർലിങ് മാത്രം പൊട്ടിച്ചിട്ട് ഈ സ്റ്റോൺ കോട്ടറിൻ്റെ ടൈൽ ഷീറ്റിൻ്റെ സ്പേസിനനുസരിച്ച് പർലിങ് ഫിക്സ് ചെയ്തിട്ട് അതിൽ നമ്മൾ സ്റ്റോൺ കോട്ടർ ഷീറ്റ് പിടിപ്പിച്ചിരിക്കുകയാണ്. ഡ്രസ്സ് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ 1 മീറ്ററോ 1.5 മീറ്ററോ 2 മീറ്റർ വരെ ഡ്രസ്സിൻ്റെ ഗ്യാപ്പ് വേണമെങ്കിൽ കൊടുക്കാം. പർലിങ് 1 ഇഞ്ച് സ്ക്വയർ മതി. 1 ഇഞ്ച് സ്ക്വയർ കൊടുക്കാം, 1.25 കൊടുക്കാം, 1.25 കൊടുക്കാം, 2.1 കൊടുക്കാം. അത് ഓരോരുത്തരുടെ ബഡ്ജറ്റും അതിൻ്റെ ഒരു സ്റ്റൈലിനൊക്കെ അനുസരിച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സ്പേസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, കാരണം ഓരോ ഷീറ്റിനും ഒരേ സ്പേസാണ്. ഒരു 38 സെൻറ്റിമീറ്റർ വരുന്നുണ്ടാവും, 40 സെൻറ്റിമീറ്റർ വരുന്നുണ്ടാവും, 36 സെൻറ്റിമീറ്റർ വരുന്നുണ്ടാവും. അപ്പോൾ ഓരോന്നിൻ്റെ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ 2 ടൈൽ ഷീറ്റ് വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പർലിങ് സ്പേസ് കറക്റ്റായിട്ട് കിട്ടും. അതനുസരിച്ച് വേണം പർലിങ് അടിക്കാൻ. അപ്പോൾ അതിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിലുള്ള സ്റ്റോൺ കോട്ടർ ടൈലാണ്. ഒരു ഓടിൻ്റെ ഡിസൈനുള്ളത്. പല ഡിസൈനുണ്ട്. ഫ്ലാറ്റായിട്ടുള്ള ഡിസൈനുണ്ട്, നോർമൽ ഫ്ലാറ്റായിട്ടുള്ള ഡിസൈനുണ്ട്, അല്ലാതെ ഈ ഒരു ടൈപ്പുണ്ട്. പിന്നെ ഒരു എന്താ പറയുക, ഓടിൻ്റെ കമത്ത് മോഡൽ ബെൻഡായിട്ടുള്ള ടൈപ്പുണ്ട്. അങ്ങനെ പല മോഡലുണ്ട്. അപ്പോൾ ഈ ഒരു മോഡലാണ് നമുക്ക് വിരിക്കാൻ കിട്ടിയിട്ടുള്ളത്. ഈ മോഡലിന് ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. സാധാരണ നോർമലി സ്റ്റോൺ കോട്ടർ ഷീറ്റ് പിരിക്കുമ്പോൾ നമ്മൾ ഈ ബാക്ക് സൈഡിൽ നിന്നാണ് ബോൾട്ട് അടിക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു കാണിച്ച് തരാം. ഇങ്ങനെ ഷീറ്റ് പിരിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഷീറ്റ് പിരിക്കേണ്ടത്. അപ്പോൾ നോർമലി സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റോൺ കോട്ടർ ഷീറ്റാണെങ്കിൽ അതിൻ്റെ ഈ സൈഡിൽ എവിടെ വേണമെങ്കിലും അടിക്കും. ഈ ഒരു ഷീറ്റിന് ഈ ഒരു ഗ്യാപ്പിലാണ് ബോൾട്ട് അടിക്കേണ്ടത്. ഈ ഒരു ഗ്യാപ്പിൽ 1 ഇഞ്ച് സെൽ സ്ക്രൂ അടിക്കാം, അല്ലെങ്കിൽ സെൽ ബോൾട്ട് അടിക്കാം. നമ്മളിപ്പോൾ സെൽ ബോൾട്ടാണ് അടിക്കുന്നത്, കൊറോഷീൽഡിൻ്റെ ബോൾട്ടാണ് അടിക്കുന്നത്. കൊറോഷീൽഡിൻ്റെ ബോൾട്ട് അടിക്കാൻ കാരണം തുരുമ്പിടിക്കാതിരിക്കാൻ. സ്റ്റാർ സ്ക്രൂ അടിക്കുമ്പോൾ ഉള്ള കുഴപ്പം അതിൽ റബ്ബർ വാഷുള്ള കിട്ടാൻ വേണ്ടിയിട്ടാണ്. റബ്ബർ വാഷുള്ളത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും കൊറോഷീൽഡ് മോഡൽ ബോൾട്ട് കിട്ടാത്തതുകൊണ്ട്, സ്ക്രൂ കിട്ടാത്തതുകൊണ്ട് അത് തുരുമ്പിടിച്ച് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ സെൽ ബോൾട്ടാണ് അടിക്കുന്നത്. നോർമൽ സ്റ്റോൺ കോട്ടറിലാണെങ്കിൽ ജോയിൻറ്റിലും പിന്നെ സെൻറ്ററിലും അടുത്ത ജോയിൻറ്റിലും അങ്ങനെ അടിച്ചാൽ മതി. ഇതാകുമ്പോൾ ഈ ഒരു ടൈലിൻ്റെ ഡിസൈൻ ഉള്ളതുകൊണ്ട് എണ്ണം കൂടുതലടിക്കണം, 2 3 അടിക്കണം. പക്ഷേ ഇതിൽ വേറൊരു കുഴപ്പം, ഈ ഒരു മോഡലിൽ മാത്രമുള്ള ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കമ്പനി പറയുന്നത് ഈ ഒരു ഗ്യാപ്പിൽ സ്ക്രൂ അടിച്ച് കഴിഞ്ഞാൽ പർലിങ്ങിലേക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്യാപ്പിൽ ജസ്റ്റ് ഒന്ന് ചരിച്ചടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർ സ്ക്രൂ അടിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നാണ്. അത് ചവിട്ടി പിടിച്ച് കഴിഞ്ഞാൽ കിട്ടും എന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഇച്ചിരി കനമുള്ള ഷീറ്റാണ്, അതുകൊണ്ട് കഴിഞ്ഞാൽ ചവിട്ടി പിടിച്ചാൽ കിട്ടില്ല. പിന്നെ പ്രശ്നം എന്താണെന്ന് ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. നമുക്ക് ഈ ഒരു സൈഡിൽ നോക്കും, ഇപ്പുറത്തെ സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോർഷൻ പർലിങ്ങിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. മനസ്സിലായോ? ബോൾട്ട് അടിക്കേണ്ടത് ഈ ഒരു ഗ്യാപ്പിൽ, അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിലാണ് ബോൾട്ട് അടിക്കണം അല്ലെങ്കിൽ സ്ക്രൂ അടിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൈഡിലടിക്കുന്ന ചരിച്ചടിച്ച് കഴിഞ്ഞാലും പർലിങ്ങിൻ്റെ മുകളിൽ ഏകദേശം 1 ഇഞ്ചോളം പൊന്തി നിൽക്കുന്ന സ്ഥലത്ത് അടിച്ചു കഴിഞ്ഞതാ കണ്ടോ, നമ്മളിപ്പോൾ ബോൾട്ട് അടിച്ചാക്കുന്നതാണ്. ഇതേ ലെവലിലാണ് വരുന്നത്. ഈ ബോൾട്ട് എങ്ങനെ ചരിച്ചടിച്ച് കഴിഞ്ഞാൽ ഈ പർലിങ്ങിൽ കിട്ടില്ല. പിന്നുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലിന് ഉള്ള ഓപ്ഷൻ ഇതിൻ്റെ നമുക്ക് വിരിച്ചാക്കുന്ന പോർഷൻ കാണിച്ചു തരാം. ഇപ്പോൾ അടിച്ചിരിക്കുന്നത് ഈ ബോൾട്ട് ഒരിക്കലും അതിൽ കയറിയിട്ടില്ല, നമ്മൾ സ്റ്റിച്ച് അടിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ കയറും ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ ഒരു പോർഷനിൽ 1.5 ഇഞ്ച് നീളമുള്ള ബോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ കയറും. അത് നമ്മൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. കണ്ടോ, 1.5 ഇഞ്ച് ബോൾട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. ആ ബോൾട്ട് മാത്രമാണ് പർലിങ്ങിലേക്ക് കയറുക. അപ്പോൾ ഈ ഒരു മോഡൽ വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മൾ ചെയ്തിട്ട് ഈ സൈഡിൽ ചവിട്ടി അടിച്ചിട്ട് പോലും സ്റ്റാർ സ്ക്രൂ കിട്ടുന്നുണ്ടായിരുന്നില്ല. സെൽ ബോൾട്ട് അടിച്ചിട്ട് സെൽ ബോൾട്ട് നേരെ തന്നെ നിൽക്കുള്ളൂ, ചരിച്ചടിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ ഒരു പോർഷനിൽ 1.5 ഇഞ്ച് ബോൾട്ട് അടിച്ചിട്ടുണ്ട്. സാധാരണ സ്ക്രൂ അടിക്കാൻ അല്ല,
MS ആണല്ലോ. ആ ഓക്കെ. ഈ ഒരു പോർഷനിലാണ് ശരിക്കും ആ ബോൾട്ട് വരുന്നത്. അടുത്ത ഷീറ്റ് ഇതിൻ്റെ മുകളിലേക്ക് കയറി വരും. അതായത് ജോയിൻ്റ് ഒരിക്കലും നേരെ വരുന്നത് ജോയിൻ്റ് മാറ്റിയിട്ട് വന്നു കഴിയുമ്പോൾ ഈ ഒരു പോർഷനിൽ ഇതിൻ്റെ ഈ ബെൻഡാണ് ഇതേപോലത്തെ ഈ പോർഷനിലാണ് ബോൾട്ട് അടിക്കുന്നത്. ഈ പോർഷനിൽ വലിയ ബോൾട്ട് ആദ്യം തന്നെ അടിക്കുകയാണെങ്കിൽ ഇത് തെന്നി കളിക്കുമ്പോൾ നമ്മുടെ കൈ ഇവിടെ പറഞ്ഞിട്ട് പൊട്ടാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതൊരു ഈ മോഡലിന് മാത്രം അതൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ബാക്കി നോർമൽ ടൈപ്പ് ഇവിടെ ലെവലായിട്ട് വരുന്ന സ്റ്റോൺ കോട്ടർ ഷീറ്റ് ആണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നുമില്ല. 1 ഇഞ്ച് ഷീൽഡ് സെൽ ബോൾട്ട് അടിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ സ്റ്റിച്ചാണ് അടിക്കുന്നത്. കാരണം ഞാൻ നേരത്തെ പോലെ തന്നെ പറഞ്ഞ പോലെ തന്നെ ചരിച്ചടിക്കാൻ പറ്റില്ല. കമ്പനി എന്തൊക്കെ പറഞ്ഞാൽ ഇത് അവരുടെ ടീമിനെ കൊണ്ടുവന്ന് അടിച്ച് കാണിപ്പിച്ചാണ്. കാരണം നമ്മൾ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. നമ്മളിതൊന്നും പറ്റാണ്ടായിരിക്കാം. കാരണം കഴിവുള്ള ആളുകളുണ്ടാവും. നമ്മൾ ഭയങ്കര സംഭവമൊന്നുമല്ല. അപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ ഇത് മാക്സിമം ശ്രമിച്ചിട്ട് ഈ സൈഡിൽ നിന്ന് സ്റ്റാർ സ്ക്രൂ ചരിച്ചടിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. കാരണം 1 ഇഞ്ച് പർലിങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന സാധനം, അതായത് ഈ ഒരു കട്ടിങ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും. ഇവിടെയും പർലിങ്ങിൻ്റെ മുകളിൽ ഇത് പൊന്തി നിൽക്കും. അപ്പോൾ പൊന്തിക്കുന്ന സാധനത്തിൽ ഈ ഒരു പോർഷനാണ് പർലിങ്ങിന് ടച്ച് ആവുക. പർലിങ്ങിന് ടച്ച് ആവുമ്പോൾ നോക്കാം, ഈ സൈഡും പർലിങ്ങിൽ ടച്ചായി കണ്ടോ. അപ്പോൾ ഈ സൈഡ് എന്തായാലും 1 ഇഞ്ച് പൊന്തിയാണ് നിൽക്കുന്നത്. ഇവിടെയാണ് അവർ സ്ക്രൂ അടിക്കാൻ പറയുന്നത്. ഈ സ്ക്രൂ അടിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇതിനെ മുകളിൽ വരുള്ളൂ. നമ്മുടെ എക്സ്പീരിയൻസിൽ അങ്ങനെ വരുന്നുള്ളൂ. അപ്പോൾ കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അതൊന്ന് പറയാം എങ്ങനെയാണ് അടിക്കുന്നത്. പിന്നെ ചവിട്ടി ചളക്കി അടിക്കേണ്ട സാധനമാണോ ഈ പ്രോഡക്റ്റ്? ശരിക്കും ഓരോ ഷീറ്റിനും നേരെ അടിക്കേണ്ട ഒരു രീതികളുണ്ടാവും. സ്റ്റോൺ കോട്ടർ ഷീറ്റല്ല സൈഡിൽ നിന്നാണ് അടിക്കേണ്ടത്. അത് അല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ഒരു ഷീറ്റ് ഈ ഒരു പോർഷനിൽ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ വിജയിക്കില്ല. ഈ ഒരു പോർഷനിൽ നിന്ന് അടിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ അത് അടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. അതിൻ്റെ തൊലിയൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗ്ലൗസൊക്കെ ഇട്ട് സമയം കൊടുത്ത് ചെയ്യണം. എന്നാൽ മാത്രമേ വലിയ ബോൾട്ട് അടിക്കാൻ പറ്റുള്ളൂ. നോർമൽ സ്റ്റോൺ കോട്ടർ ഷീറ്റിൽ നിന്ന് നമുക്ക് 1 ഇഞ്ച് സെൽഫ് സ്ക്രൂ നേരെ അടിച്ച് പോകാം. 3 4 എത്ര വേണമെങ്കിലും അടിക്കാം. 3 മതിയാവും. സെൻറ്ററിലും 2 ജോയിനിലും അടിച്ച് കഴിഞ്ഞാൽ സാധനം നിൽക്കും. ആ ഒരു രീതിയിലാണ് സ്റ്റോൺ കോട്ടർ ഷീറ്റ് ഫിക്സ് ചെയ്യേണ്ടത്. സൈഡിൽ നിന്നാണ് സ്ക്രൂ അടിക്കേണ്ടത്. ഈ ഒരു ഷീറ്റിന് മാത്രം നമുക്കത് പരാജയം ഓർമ്മ. ഞാൻ ഈ പറഞ്ഞ കർവായിട്ടുള്ള പോർഷനിൽ 1.5 ഇഞ്ച് ബോൾട്ട് അടിച്ചാൽ മാത്രമേ കയറുള്ളൂ. 1 ഇഞ്ച് സ്ക്രൂവോ 1 ഇഞ്ച് സെൽ ബോൾട്ടോ അടിച്ച് കഴിഞ്ഞാൽ കയറില്ല. കാരണം പർലിങ്ങിൻ്റെ മുകളിലേക്കാണ് അവിടെ നിന്ന് ചരിച്ചടിച്ചാൽ കയറുമെന്നാണ് കമ്പനി പറയുന്നത്. പക്ഷെ അത് നമ്മളെ സംബന്ധിച്ച് അത് നടക്കാത്ത കാര്യം. ചെയ്യാൻ കഴിവുള്ളവരുണ്ടായിരിക്കാം. എന്നാൽ ഈ ഒരു മോഡൽ ചെയ്തിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് ഒന്ന് കമൻറ്റ് ചെയ്യും. അതിലൂടെ നമുക്കും നമ്മളുടെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ സാധിക്കും. പിന്നെ നോർമലി സ്റ്റോൺ കോട്ടർ ഷീറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രൂ ബോൾട്ടും അടിക്കും. അതിൻ്റെ റിഡ്ജ് റിഡ്ജ് അടിക്കുമ്പോൾ നമുക്കിപ്പോൾ 4 ഇഞ്ച് വീതിയുള്ള കോയിൽ ഇതുപോലെ ടേപ്പ് കിട്ടും. 4 ഇഞ്ച് വീതിയുള്ള ഇപ്പോൾ നമ്മൾ നോർമൽ ടേപ്പ് എടുത്തിട്ട് കട്ട് ചെയ്ത് ഇരിക്കുകയാണ്. 4 ഇഞ്ച് 5 ഇഞ്ച് വീതിക്കൊക്കെ കട്ട് ചെയ്തിട്ട് ഇത് ഫിക്സ് ചെയ്തതിന് ശേഷം വേണം റിഡ്ജ് വെക്കാൻ. കാരണം റിഡ്ജ് ഓൾറെഡി ഇതാണ് ഇതിൻ്റെ റിഡ്ജ്. ഇത്രേ വീതിയുള്ളൂ. അപ്പോൾ നമ്മൾ ഷീറ്റ് കൂട്ടി മുട്ടിയിരുന്നു കഴിഞ്ഞാലും ഇതിൻ്റെ ഗ്യാപ്പിൽ കൂടെ കാറ്റടിച്ചിട്ട് വെള്ളം കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വെള്ളം ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ടാർപ്പെൽറ്റ് അതിനുള്ളിൽ ഒട്ടിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് നോർമൽ ടൈപ്പാണ്. കുറച്ചുകൂടി കൂടിയ ടൈപ്പ് ഉണ്ട്. അത് ഒട്ടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒട്ടും. ഇതാകുമ്പോൾ വെയിലുള്ള ടൈമിൽ ഒട്ടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒട്ടുള്ളൂ. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് വേണം റിഡ്ജ് ഫിക്സ് ചെയ്യാനായിട്ട്. ഇതേപോലെ നമുക്ക് ടാർഫെൽറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ടാർഫെൽറ്റ് അല്ലെങ്കിൽ ഈ 4 ഇഞ്ച് വീതിക്ക് വരുന്ന ടേപ്പാണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഒട്ടും. അത് ഇതേപോലെ ഒട്ടിച്ചിട്ട് വേണം അതിൻ്റെ മുകളിൽ റിഡ്ജ് ഫിക്സ് ചെയ്യാൻ.
റിഡ്ജ് അടിക്കുന്നത് ഇങ്ങനെയാണ്. ശരിക്കും ഇങ്ങനെയല്ല, മുകളിൽ കോടിയുടെ രണ്ട് സൈഡിലേക്ക് ചെറിയ ട്യൂബ് ഓടിച്ചിട്ട് സൈഡിൽ നിന്ന് സ്ക്രൂ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇതേപോലെ താഴോട്ട് നമുക്ക് പർലിങ്ങിലേക്ക് വലിയ ബോൾട്ട് വെച്ചിട്ട് 1.5 ഇഞ്ച് ബോൾട്ട് വെച്ചിട്ട് നേരിട്ടും അടിച്ചു കൊടുക്കാവുന്നതാണ്. ഈ രീതിയിലും നമുക്ക് റിഡ്ജ് ഫിക്സ് ചെയ്യാം. പിന്നെ ഒരു സ്റ്റോൺ കോട്ടർ വിരിക്കുമ്പോൾ ഈ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ട് ചെറുതായിട്ട്. ഈ ഒരു ഗ്യാപ്പ് എന്തായാലും ഉണ്ടാവും. ഒരു വിൽക്കുക സ്റ്റോൺ കോട്ടറിൻ്റെ അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പട്ട വെച്ചിട്ട് ഒരു ലിവർ ഉണ്ടാക്കി ചെറുതായിട്ട് ബെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഗ്യാപ്പ് കുറച്ച് കുറഞ്ഞ് കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ഗ്യാപ്പ് വന്നതുകൊണ്ട് ലീക്കൊന്നും ഉണ്ടാവില്ല, കാരണം അതിനനുസരിച്ചുള്ള ഓവർലാപ്പ് അതിനുണ്ട്. അപ്പോൾ ബോൾട്ട് അടിക്കുമ്പോൾ എപ്പോഴും സൈഡിൽ നിന്ന് മുകളിലേക്ക് അടിക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ഷീറ്റിന് മാത്രം ഈ ഒരു കൊറിഗേഷനിൽ നിന്ന് അടിച്ചാലേ ഇതിലേക്ക് കയറുള്ളൂ. പിന്നെ ഇതിൽ ഫസ്റ്റത്തെ പർലിങ്ങിൽ എന്തായാലും നമുക്ക് ഈ ഒരു പോർഷനിൽ മാത്രം ബോൾട്ട് അടിക്കാൻ പറ്റുള്ളൂ. കാരണം പാത്തിയിലേക്കുള്ള ചാട്ടം കഴിഞ്ഞിട്ട് പർലിങ്ങിൽ നമുക്ക് നേരെ മുകളിൽ നിന്ന് മാത്രം ബോൾട്ട് അടിക്കാൻ പറ്റുള്ളൂ, സൈഡിൽ നിന്ന് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഫസ്റ്റത്തെ ലെയറിൽ അങ്ങനെ തന്നെ അടിക്കാം. ഇനി ഇതിൻ്റെ വാല്യൂ പോർഷനാണ് മറ്റൊരു പ്രശ്നം. വാല്യൂ പോർഷൻ ഫിക്സ് ചെയ്യുമ്പോൾ ഇവിടെ വാല്യൂ ഇല്ല, 4 ബോഡിയാണ്. അത് അടുത്ത ഒരു വീഡിയോയിൽ വേണമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. നമുക്ക് വേറൊരു സൈഡിൽ വാല്യൂ പോർഷനുള്ള സൈറ്റാണ്. അപ്പോൾ വാല്യൂ പോർഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും പർലിങ് നേരെ കൊണ്ടുവന്ന് വാല്യൂ പോർഷനിലേക്ക് നിർത്തരുത്. അവിടുന്ന് ഈ വാല്യൂവിൻ്റെ വീതിക്ക് അനുസരിച്ച് ഒരു 6 ഇഞ്ച് അതിൻ്റെ വീതി നോക്കണം, ചിലത് 8 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വലിച്ചിട്ട് നമ്മൾ വാല്യൂ പോർഷനിൽ നോർമൽ GA ഷീറ്റൊക്കെ ഇടുമ്പോൾ പിടുത്തത്തിന് വേണ്ടിയിട്ട് ഒരു പട്ട അടിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഒരു ട്യൂബ് കട്ട് ചെയ്ത് ഇറക്കി അടിക്കും അല്ലേ. അതിന് പകരം ആ ട്യൂബ് ഫുള്ളായിട്ട് അടിക്കണം. എന്നിട്ട് ആ ട്യൂബിൻ്റെ അപ്പുറവും എന്നാണ് പർലിങ് നിൽക്കേണ്ടത്. അങ്ങനെ നിർത്തിയിട്ട് വേണം ആ ഒരു വാല്യൂ പോർഷൻ ഇടാൻ. അപ്പോൾ അത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ, അടുത്ത സൈറ്റിൽ ചെയ്തിരിക്കുന്ന വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയാണ് നോർമൽ സ്റ്റോൺ കോട്ടറിൻ്റെ ഒരു ചെറിയ അറിവ്. എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു.